കല്ലായിപ്പുഴയെ കൊല്ലുന്നതാര്? ഒരു പ്രേക്ഷകൻ പറയുന്നു കോഴിക്കോട് മേയറെ വിളിക്കൂ എന്ന് റിച്ച പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മേയറെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. മേയർ മറ്റു ചില മേയർമാരെ പോലെയല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദ്യങ്ങളുടെ മുന്നിൽ സധൈര്യം മേയർ പുഞ്ചിരിച്ചുകൊണ്ടത് നേരിടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബീന ഫിലിപ്പ് മാം, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. എനിക്കൊന്ന് ബീന ഫിലിപ്പ് മാഡത്തിനുമൊക്കെ കല്ലായിപ്പുഴ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നമ്മുടെ പുഴ മരിക്കുകയാണല്ലോ മേയർ. സംശയമുണ്ടോ? നമ്മൾ കല്ലായിപ്പുഴയെ ചെറുപ്പത്തിലേ പഠിച്ചതാണ്, മണവാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുഴ ഇങ്ങനെ കാണുമ്പോൾ വളരെ വളരെ വേദനയുണ്ട് അരുൺ, വളരെ വേദനയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആവുന്നത്ര സഹായവും സഹകരണവും പഠനവും നമ്മുടെ ഈ കൗൺസിൽ വന്ന ശേഷവും ഇത് തൊട്ടു മുമ്പുള്ള കൗൺസിലും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഫൈസലൊക്കെ പറഞ്ഞ് ശരിയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന് മാത്രം പറയുന്നതിൻ്റെ കൂടെ ദീപക് ചോദിച്ചതും ശരിയാണ്. ഇതിലേക്ക് മാലിന്യം തള്ളിവിടുന്ന ജനങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലേ എന്നാണ്. ഇപ്പോൾ ബാക്കിയുള്ള ടെൻഡറിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞ് ശരിയാണ്. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും മന്ത്രിസഭ അത് തീരുമാനിച്ച് നമുക്ക് അതിൻ്റെ അറിവ് നിങ്ങൾക്ക് പത്രക്കാർക്ക് എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തുടരും. പക്ഷേ ഇതിങ്ങനെ വീണ്ടും മലിനപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രകൃതിയാലുള്ള കാരണങ്ങളുണ്ട്. കടലിൻ്റെ വെള്ളം കൂടുന്നത്, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ ശക്തമായ മഴയിൽ മണ്ണൊലിച്ചു വന്ന് മണ്ണ് പുഴയിൽ അടിയുന്നത്, ഇതെല്ലാം പ്രകൃതിയാലുള്ള കാരണങ്ങളാണ്. അതിൻ്റെ കൂടെ ആക്കം കൂട്ടുന്നതാണ് അതിൻ്റെ വിഷമയമായ അവസ്ഥ. അത് നമ്മൾ ജനങ്ങളെല്ലാവരും, കോഴിക്കോടിൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെ ഒരു ഫാക്ടറി പുഴയുടെ തീരത്ത് വെച്ചിട്ട് ഫാക്ടറിയിലെ മാലിന്യം എല്ലാം പുഴയിലേക്ക് ഒഴുക്കിയിരുന്നു. പിന്നീടല്ലേ നിയമം മൂലം അത് തടഞ്ഞത്. അതുപോലെ ഒരു ചെറിയ ഓട വീടിനടുത്തുണ്ടെങ്കിൽ എല്ലാവരും പറയാം നിങ്ങൾക്ക് സൗകര്യമായി. കാരണം എന്താ, ഒരു ഹോസ്റ്റലൊക്കെ തുടങ്ങാം. കാരണം അടുത്ത ഓടയുണ്ടല്ലോ കോർപ്പറേഷൻ്റെ, ആ ഡ്രെയിനിലേക്ക് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലെത്തി നമ്മുടെ ഒരു സംസ്കാരം. താണ് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം കേട്ടോ ജനങ്ങളുടെ. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ നമ്മുടെ കോടതിയും എടുത്തു പറയണം, വളരെയധികം ശക്തമായിട്ടാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. കോഴിക്കോട് കളക്ടർ പ്രത്യേകം അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുഴയുടെ ട്രെഡ്ജിങ് നടക്കുക എന്നത് ഒന്നാമത്തെ കാര്യം. ജനങ്ങൾ ഒരിക്കലും ഈ ഓവ് ചാലുകൾ, നിങ്ങൾ പറഞ്ഞില്ലേ 65, അത് ശരിക്ക് മഴവെള്ളം ഒഴുകാനുള്ള ചാലുകളാണ്. അതിലേക്കാണ് നമ്മൾ മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന്, ഫാക്ടറികളിൽ നിന്ന്, വർക്ക്ഷോപ്പുകളിൽ നിന്ന്, ആശുപത്രികളിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ മാലിന്യം ഒഴുകി വരുന്നത് ഇത്തരത്തിലുള്ള ഓടകളിലേക്കാണ്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയതേ അല്ല. പ്രത്യേകം പറയാനുള്ളത്, ഒരിക്കലും ഉടമകൾ ഇവരൊക്കെ അവരുടെ മനസ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ മേയർ, ഞാനിതിലെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തപ്പോഴും ചോദിച്ചതാണ്, നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് മെഷീനറികളുണ്ടല്ലോ, പിഴ ഈടാക്കാനുള്ള അവകാശവുമുണ്ട്. ഇന്നലെ ഇപ്പോൾ തിരുവനന്തപുരം മേയറൊക്കെ ശക്തമായി ഇടപെട്ട് പിഴകൾ ഈടാക്കി തുടങ്ങി. 10,000-കണക്കിന് രൂപ പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ വൻകിട സ്ഥാപനങ്ങളിൽ നിന്നടക്കം. ആമയിടഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. മേയർ, നമുക്കിതൊരു എഫേർട്ടായി, ഒരു മിഷനായി ഏറ്റെടുത്തുകൂടെ? കാരണം കല്ലായിപ്പുഴ നശിച്ചാൽ കോഴിക്കോട് നശിച്ചു എന്നാണ് ഞാൻ പറയുക. ഒരു നഗരത്തിൽ ഒരു പുഴ മരിച്ചാൽ ആ നഗരം മരിക്കും എന്നതാണ് നമ്മുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ. അതിനായിരിക്കണമല്ലോ നമ്മുടെ ഒരു പ്രയോറിറ്റി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മാലിന്യം തള്ളുന്ന ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ നമ്മുടെ കോർപ്പറേഷന് കഴിയാതെ പോകുന്നത്? കർശന നടപടി കോർപ്പറേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകം 2, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയും അതുപോലെ ഹെൽത്തിൻ്റെയും മേൽനോട്ടത്തിൽ 2 സ്ക്വാഡുകളുണ്ട്. രാവും പകലുമായിട്ട് ഈ രാത്രി സ്ക്വാഡുകളൊക്കെ പോയിരുന്നു, വൈകുന്നേരങ്ങളിൽ പരിശോധിച്ചിരുന്നു, പിഴ ചുമത്തിയിരുന്നു. ഞങ്ങൾക്ക് തന്നെ നല്ലൊരു തുക പിഴയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നോർമലായ പിഴയെ ചുമത്തുന്നുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു വൻ പിഴ ചുമത്തേണ്ടി വരും. കാരണം ഒരു സംസ്കാരം എന്നുള്ളത് ഭയങ്കരമായ പിഴയിലും ശിക്ഷയിലും മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നൊരു ധാരണ നമുക്കുണ്ടല്ലോ. പറഞ്ഞാൽ തന്നെ നമ്മുടെ മനുഷ്യർ കേൾക്കുമെന്ന്. മേയർ, ജോയിയുടെ മരണം നമ്മുടെ കണ്ണു തുറപ്പിക്കുമ്പോൾ നോർമൽ ഫൈൻ കൊണ്ടൊന്നും ഈ ചങ്ങാതിമാർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരുടെ ഒന്നും കണ്ണു തുറക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൻറ്റി സോഷ്യലാണ്, സാമൂഹിക ദ്രോഹികൾ എന്ന് തന്നെ പറയണം. ഒരു പ്രേക്ഷകൻ എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ അയച്ചിരിക്കുന്നു. ഒരു ഹോസ്പിറ്റൽ, ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, കാര്യം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് അറിയാത്തതുകൊണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാന ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ ഒഴുക്കിവിടുന്ന ഹോസ്പിറ്റൽ മാലിന്യം അത് നിർത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ മേയറുടെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ടാവും. ഇത്തരം ആശുപത്രികളിൽ നിന്നുള്ള വേസ്റ്റ്, വലിയ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ്, വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, തട്ടുകടകളിൽ നിന്നുള്ള വേസ്റ്റ്, ഇതെല്ലാം കൊണ്ട് ഈ 65 ഓവുചാലുകളിലൂടെ ഈ കല്ലായിപ്പുഴയിലേക്ക് തള്ളുകയാണ്. ഇത് പിന്നെ ഒരു ആശുപത്രിയുടെ കാര്യം ഞാൻ പറയാം, പേര് പറയാതെ.
അവരുടെ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ കൂടി ഒഴുകുന്നത് മാവൂർ റോഡിൻ്റെ എന്താ പറയുക സൈഡിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ടല്ലോ, വെള്ളക്കെട്ടല്ല, വെള്ളം പണ്ടേ അത് ചതുപ്പ് നിലമാണ്, നദി പോലെ കിടന്ന സ്ഥലമാണത്. അവിടെയാണ് ഈ കെട്ടിടങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം താഴേക്ക് പോകുന്നില്ല. അത് ഏതാണ്ട് നന്ദിലത്തിൻ്റെ ആ ഭാഗം മുതൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗമാണ്. അതിലൂടെ ഒഴുകുന്ന വെള്ളവും ഈ ആശുപത്രിയുടെ അടിയിൽ കൂടിയാണ് പോകുന്നത്. കാരണം പണ്ട് അവിടെ ആശുപത്രി കുറച്ച് സ്ഥലത്താണല്ലോ പണ്ട് മണപ്പാടം കെട്ടിയത്, MES. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരത്ത് ഒരു വലിയ തോട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ തോടിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലം വാങ്ങിച്ചപ്പോൾ ആശുപത്രിയുടെ അടിയിൽ കൂടി വരുന്നതും ആശുപത്രിയിൽ നിന്ന് ഒഴുകുന്ന മാലിന്യമാണ് എന്ന് ജനങ്ങൾ പറയാറുണ്ട്. ഇനി എപ്പോഴെങ്കിലും അതിൽ മാലിന്യം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേ നമുക്ക് പറയാവൂ. എപ്പോഴും അവരാണ് അത് തുറന്നു വിടുന്നതെന്ന് ജനം വിചാരിച്ചാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് വലിയൊരു ഒഴുക്ക്, അതൊരു കാരണം. ഇനി അവർ മാലിന്യം തള്ളിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ട് പറയാനായിട്ട് സാധിക്കൂ. ഇത് പലപ്പോഴും ഞാനടക്കം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് മുൻപൊക്കെ. അതൊന്ന്. അതുമാത്രമല്ലല്ലോ, നമ്മുടെ എരഞ്ഞിപ്പാലം മുതൽ ഇങ്ങോട്ട് മലിനായിട്ട് തന്നെയല്ലേ വരുന്നത്, അവിടെയും കറുത്ത വെള്ളമല്ലേ കിടക്കുന്നത്. അവിടെയുള്ള ആശുപത്രികൾക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പരിശോധിച്ച് കണ്ടുപിടിക്കാനേ പറ്റൂ. അരുൺ പറഞ്ഞു വളരെ ശരിയാണ്, കർശനമായ നടപടി എടുക്കണം. ഒരിളവും കൊടുക്കാതെ വലിയ തുക പിഴ ഈടാക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ പിഴയേക്കാൾ എളുപ്പം ആശുപത്രിയിൽ STP പ്രവർത്തിപ്പിക്കുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുപോലെ വർക്ക്ഷോപ്പുകളിലെ കരിഞ്ഞോയിൽ, ഈ കറുത്തതത്തിൽ അത് വലിയൊരു കാരണമാണ്. അതുകൊണ്ട് ജീവികൾ പോലും അതിനകത്ത് വളരുന്നില്ല. ഇതെല്ലാം പൂട്ടിയിട്ടിരുന്ന കോവിഡ് കാലത്തറിയോ തെളിഞ്ഞൊഴുകുകയും നിറയെ മീനുകളെ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണുകയും ചെയ്യും. മാത്രവുമല്ല കെമിക്കൽസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന കക്കൂസ് മാലിന്യം വലിയ വലിയ ലോറി ടാങ്കുകളിലാക്കിയിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഓവുചാലുകളിലേക്ക് ഒരു പമ്പ് ചെയ്യാണ് രാത്രിയുടെ മറവിൽ. അങ്ങനെയാണ്, അല്ലാതെ ഇതിലേക്ക് നേരിട്ട് ഒഴുക്കുന്നതും കൂടാതെ ഇങ്ങനെ വന്നു ഭവിക്കുന്ന കോഴിക്കോട് നിന്ന് മാത്രമല്ല, കോഴിക്കോടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള വലിയ ടാങ്കുകളിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് നേരിട്ട് ഒഴുക്കിയാണ്. പൊറ്റമൽ പാലാഴി റോഡിലെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ റേച്ചൽ കാഴ്സനൊക്കെ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ഞാൻ പഠിപ്പിച്ചതാണ്. റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗ്. അപ്പോൾ സൈലന്റ് സ്പ്രിംഗ് എഴുതിയ റേച്ചൽ കാഴ്സന്റെ ജീവിതാവസാനം എന്ന് പറയുന്നത് ഈ റോബിൻ പക്ഷികൾ വരാതായതിനെ തുടർന്നാണല്ലോ റേച്ചൽ കാഴ്സൺ ആ പുസ്തകം എഴുതുന്നത്. അപ്പോൾ DDTക്കെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു റേച്ചൽ കാഴ്സന്റെ ജീവിതം. എനിക്കൊന്ന് റേച്ചൽ കാഴ്സനെ പഠിപ്പിച്ച ഒരു മേയർക്ക് ഈ പുഴയെ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു എഫേർട്ടായി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഒപ്പം ഉണ്ടാവും. റിപ്പോർട്ടർ എന്തായാലും തീർച്ചയായിട്ടും അതിനൊപ്പം ഉണ്ടാവും. നമ്മൾ ഇതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുകയാണ്. സന്തോഷമുണ്ട് അരുൺ. നമ്മൾ ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് മിനിഞ്ഞാന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ടെക്നിക്കൽ കമ്മിറ്റി ആദ്യം വിളിക്കണമല്ലോ, അവരുടെയും കൂടെ അഭിപ്രായം. CWRDMനെ കൂടെ ഞങ്ങൾ വന്ന ശേഷമാണ് ഇതൊക്കെ ഞങ്ങൾ പരിശോധിപ്പിച്ചത്. അത് കഴിഞ്ഞ് CWRDMലെ ഡോക്ടർ ഹരി സർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കും. KSEB അതുപോലെ ഇറിഗേഷൻ മൈനറും മേജറും വിളിക്കും. അതുപോലെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ടൊരു പ്രാരംഭ ചർച്ച നടത്തുകയും കളക്ടറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ, ശാസ്ത്രീയമായ സമീപനത്തോടു കൂടി അതിനുശേഷം എല്ലാ ജനങ്ങളുടെ സംഘടനകളെയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. കോഴിക്കോടുകാർ ഉറപ്പായിട്ടും എന്താ പറഞ്ഞ അരുൺ? സേവ് കല്ലായി. യെസ് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞതിൽ. എല്ലാ ചാനലുകളുടെയും ഒരു സഹകരണം ഇതിനോട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ തീർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കും. ജനങ്ങൾ ഇത് നിർത്തുന്നത് വരെ, അത് മാറുന്നത് വരെ നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഞാനിത് ബീന ഫിലിപ്പ് മാഡത്തോട് പറഞ്ഞത്, മറ്റുള്ള എല്ലാ മേയർമാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും എല്ലാ മേയർമാരിലും വെച്ച് ഇക്കാര്യം കുറച്ചുകൂടി അക്കാദമികമായിട്ടും കാഴ്ചപ്പാടുള്ളത് ബീന ഫിലിപ്പ് മാഡത്തിനാണ്. മാത്രമല്ല, ഒരു പുഴ മരിക്കുമ്പോൾ ഒരു നാട് നശിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രമാണം. പിന്നെ ആ നാട് പുഴുവരിക്കും എന്നുള്ളതാണ് പണ്ട് പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അത് ബീന മാഡത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. ബീന, ഒരു നിമിഷം തുടരൂ. ദീപക് മലയപ്പയ്ക്ക് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് കൂടി. ദീപക്, മേയർ നമ്മുടെ മറുതലയ്ക്കൽ കണക്റ്റഡ് ആണ്. നമ്മുടെ ഈ പരിസ്ഥിതി പ്രവർത്തകൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ബീന ഫിലിപ്പ് മാം തന്നെ കുറേ കാര്യങ്ങൾ സമ്മതിച്ചു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സേവ് കല്ലായി എന്ന മിഷൻ റിപ്പോർട്ടറും കോഴിക്കോട് കോർപ്പറേഷനും കൂടി ചേർന്ന് ഒരു എഫേർട്ട് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട്ടെ ജനങ്ങളുടെ പിന്തുണയും നമ്മൾ അതിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ പരിസ്ഥിതി പ്രവർത്തകരോട് പറയൂ, എന്താണ് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻസ്? അത് നമുക്ക് മേയറുടെ മുന്നിൽ തന്നെ തത്സമയം കൊടുക്കാം.
അതെ, TV രാജേട്ടനാണ് എനിക്കപ്പോൾ. രാജേട്ടാ, ഇപ്പം മേയർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പഠനം ആവശ്യമുണ്ട്, ഒപ്പം തന്നെ തിരുത്തലുകളും ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഗ്രീൻ മൂവ്മെൻറ്റ് ഇന്നിപ്പം ഒരു പ്രതിഷേധാരണയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് ഈ കല്ലായിപ്പുഴയെ രക്ഷിച്ചെടുക്കാൻ പറ്റും? ഏതാണ്ട് 30 വർഷം മുമ്പ് കലക്ടർ അധ്യക്ഷനായിട്ടുള്ള കനോലി കനാൽ സംരക്ഷണ സമിതി എന്നുള്ള സമിതി, ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയ സമിതി, ആ സമിതിയുടെ പ്രവർത്തനം കലക്ട്രേറ്റിൽ അവസാനിപ്പിച്ച് അതിൻ്റെ ഫയലുകൾ മൊത്തം തന്നെ കോർപ്പറേഷന് കൈമാറുകയുണ്ടായി. കോർപ്പറേഷന് കൈമാറിയതിന് ശേഷം ആ സമിതിയുടെ ഒരു യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ല. 1984 കനോലി കനാലിലേക്ക് ഒഴുകുന്ന ഓടകൾക്കെല്ലാം തന്നെ സ്ലൂയിസ് വാൾവ് ഘടിപ്പിക്കുമെന്നും പുഴയിലെ വെള്ളം അരിച്ചിട്ട് മാലിന്യം മുക്തമാക്കിയിട്ട് മാത്രമേ പുഴയിലേക്ക് ഒഴുക്കുള്ളൂ എന്നാണ് അവസാനത്തെ കമ്മിറ്റി തീരുമാനിച്ചത്. ആ തീരുമാനം നടപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് കനോലി കനാലിൽ ഈ ദുർഗതി വരില്ലായിരുന്നു. കനോലി കനാലിലേക്ക് തുറക്കുന്ന ഓടകൾക്കെല്ലാം തന്നെ സ്ലൂയിസ് വാൾവ് ഘടിപ്പിക്കുകയും ആ ചെളി മാറ്റി അല്ലെങ്കിൽ മാലിന്യം മാറ്റി ചെയ്യാൻ നന്നായിരുന്നു. മാത്രമല്ല, മേയർ പറഞ്ഞല്ലോ, പിന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ താഴെ കൂടെയാണ് ഒരു ഓവുചാൽ ഒഴുകുന്നത്. എന്തുകൊണ്ട് ആ ഓവുചാൽ മാവൂർ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഓടി രൂപപ്പെടുത്തി കഴിഞ്ഞ് കനാലിലേക്ക് വിടുന്നില്ല? നമ്മൾ അത്തരം അഭിപ്രായങ്ങൾ എല്ലാം ഉണ്ട് സ്ഥിതിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തൂടെ? മറ്റൊന്ന്, പുഴകളിൽ കനാലിലൂടെ ഒഴുകുന്നത് കറുത്ത വെള്ളം എന്ന് പറയുന്നു. കനാലിലൂടെലേക്ക് ഒഴുകേണ്ടത്, ഓടകളിലൂടെ ഒഴുകേണ്ടത് മഴവെള്ളം മാത്രമാണ്. ഈ മഴവെള്ളത്തിന് ഒഴുകുന്നതിന് വേണ്ടി മാത്രമാണ് ഓടകളുണ്ടാക്കുന്നത്, അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ മാലിന്യം ഒഴുക്കുന്നതിന് വേണ്ടിയല്ല. അപ്പോൾ ഈ ഓടകൾ പരിശോധിച്ച് ഓടകളിലേക്ക് ഏതെല്ലാം കമ്പനികളിൽ നിന്ന്, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ നിന്ന്, ഏതെല്ലാം മറ്റു മാർഗങ്ങളിൽ നിന്ന് അഴുക്ക് വരുന്നുണ്ട്, ഈ കറുത്ത വെള്ളം വരുന്നത് എന്നിട്ട് പരിശോധിക്കാത്തത് എന്താണ്? അത്തരം പഠനങ്ങൾ എന്തെങ്കിലും ഗ്രീൻ മൂവ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UK ജോസ് അതിൻ്റെ ആ കലക്ടറായിരുന്ന കാലത്ത് അവിടെ പഠിച്ചതുകൊണ്ട് നമുക്ക് 74 ഓടകളുണ്ടെന്നാണ് കണ്ടെത്തിയിരുന്നത്. മേയർ പറഞ്ഞ 65 64 അല്ല. ഇത്തരം ഓടകൾക്ക് തന്നെ സ്റ്റോപ്പും കൊടുക്കാനോ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് വരുന്ന സെപ്റ്റിക് ടാങ്കർക്ക് പോലും അടച്ചുപൂട്ടാന്നുള്ള ഒരു നടപടിയും കോർപ്പറേഷൻ എടുത്തിട്ടില്ല. ഒരു നോട്ടീസ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രസക്തി ഇല്ലാതാവുന്നു, അതിൻ്റെ തുടർ നടപടി എടുക്കുന്നില്ല. ഈ കോർപ്പറേഷൻ തന്നെ ഇച്ഛാശക്തിയോട് കൂടി പ്രവർത്തിക്കായിരുന്നെങ്കിൽ ഈ ഓടകൾ വെള്ളം മാത്രം ഒഴുകുന്ന രീതിയിലാക്കി മാറ്റാമായിരുന്നു, മഴവെള്ളത്തിന് മാത്രം മാറ്റാമായിരുന്നു, കനാൽ ശുദ്ധീകരിച്ചേക്കപ്പെട്ടതിന്. ഇന്ന് കേന്ദ്രത്തിൻ്റെ പഠനം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും മലിനമായ പുഴയാണ് കല്ലായിപ്പുഴ. ഈ കല്ലായിപ്പുഴയുടെ കയ്യേറ്റങ്ങളുണ്ട്, ഈ ഇത്തരം അഴുക്ക് വെള്ളങ്ങൾ വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടെത്താൻ ശരിക്കും കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിങ് പ്രവർത്തിച്ചാൽ തന്നെ സാധിക്കുന്ന പ്രധാനപ്പെട്ട കേൾക്കുന്നുണ്ടാവുമല്ലോ. മേലിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടിയാണ്. ഹെൽത്ത് വിങ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കണം, കയ്യേറ്റമുണ്ട്. എനിക്കൊന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ പേര് പറയാൻ ധൈര്യപ്പെടാത്ത എന്താണെന്ന്. ഒരു ധൈര്യക്കുറവുമില്ല. ആ ഹോസ്പിറ്റലിന്റെ പേര് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അതിൻ്റെ അടിയിലൂടെയാണ് ഒരു കനാൽ ഒഴുകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഓട തന്നെ ഒഴുകുന്നത് ആശുപത്രിയുടെ താഴെ കൂടിയാണ് എന്നുള്ളതാണ്. മേയർ മറുപടി. ഇത് പണ്ടേ ഒഴുകിയിരുന്നതാണ്. രണ്ടാമത്, നമുക്ക് എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ മാവൂർ റോഡിൻ്റെ സൈഡിൽ ഉണ്ടാക്കിയ ഡ്രെയിനിൻ്റെ ഒരു ഭാഗം ആ പാലത്തിൻ്റെ അടിയിൽ കൂടി, അവിടെ മുകളിൽ കൂടിയുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ചതാണ്. പക്ഷേ അത് സാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒഴുകുന്ന ബേബിയുടെ അടിയിൽ കൂടി ഒഴുകുന്നത്. ബേബി തന്നെ സ്ഥലം വിട്ടു തന്നു. അവരുടെ ഇതിൻ്റെ മുമ്പിലൂടെ ഒരു കൈവഴി കൂടി മാവൂർ റോഡിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ നമുക്ക് പറഞ്ഞയക്കാം. പക്ഷേ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ വന്നാലും, അങ്ങനെ ഒരു ഓട നമ്മൾ ഉണ്ടാക്കിയാലും എന്തുവരും, ആ കനോലി കനാലിൻ്റെ താഴെയുള്ള ലെവലിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഓട എത്തുന്നത്. കനോലി കനാലിൻ്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കണം. അന്നത് ജലഗതാഗതത്തിന് മാത്രം ഉപയോഗിച്ചൊരു സംഭവമാണെങ്കിൽ ഇന്നത് കോഴിക്കോടിൻ്റെ മാലിന്യ പ്രശ്നത്തിലെ ശാപമാണ്. അതുള്ളത് കൊണ്ടാണ് അതിന് ചുറ്റും ഇത്രമാത്രം സ്ഥാപനങ്ങളും ഹോട്ടലുകളും ആശുപത്രികളും എല്ലാം ഉണ്ടായി വരുന്നത്, ഫ്ലാറ്റുകളും ഒക്കെ. അപ്പോൾ അതിപ്പോഴും ഓർക്കണം നമ്മൾ. കനോലി കനാലിലേക്ക് വരുന്ന ഇതിൻ്റെ ഒരു കാരണം ഇതൊരു സംസ്കാരമായി മാറി നമ്മുടെ നാട്ടിലത്തെ. അത് നമുക്ക് അറിവില്ലായ്മയോട് തുടക്കത്തിൽ ചെയ്തു, ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറാം. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ അടുത്തായിട്ട് ഏതാണ്ട് 200ഓളം ചെറുതും വലുതുമായ 200ഓളം ഔട്ട്ലെറ്റുകൾ കനോലി കനാലിലേക്ക് ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ അടപ്പിക്കുകയും ഫൈൻ വാങ്ങുകയും അതുപോലെ കർശനമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ദയവായിട്ട് ശ്രീ രാജൻ അത് മനസ്സിലാക്കണം. കോർപ്പറേഷൻ വളരെയേറെ ഗൗരവത്തോടു കൂടി രാവു പകലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാ കാര്യങ്ങളും പത്രത്തിലൂടെയും ചാനലിലൂടെയും ഞങ്ങൾക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിശബ്ദരായി നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കനോലി കനാലിനകത്തും അതുപോലെ കല്ലായിപ്പുഴയിലെയും കുറഞ്ഞ തോതിൽ BODയുടെ ഒക്കെ കയറ്റം കുറഞ്ഞു എന്ന് പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ?
അപ്പോൾ അതിൻ്റെ കാരണം ഇതൊക്കെയാണ്. അതിലേക്കുള്ളത് അടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. STPകൾ ഉണ്ടായേ പറ്റൂ. അതിനെ എതിർക്കുന്നവരോടും ഇത് പറയണം. STP ഉണ്ടാവണം. മെഡിക്കൽ കോളേജിലെ STPയിൽ നമ്മൾ മെഡിക്കൽ കോളേജിലെ മാലിന്യത്തെ മുഴുവനും ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള മനുഷ്യർക്ക് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുമ്പോൾ അത് മാറ്റേണ്ട ആരുണ്ട്? അതിന് ഉത്തരവാദികൾ നമ്മളും കൂടിയല്ലേ? ഞാനടക്കം പറയുന്നു. ആ സംവിധാനം ഉണ്ടാക്കേണ്ടതും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്തുകൊണ്ടാണ് കോഴിക്കോട് പോലും നഗരത്തിന്റെ മേയറായി ബീന ഫിലിപ്പ് മാം ഇറങ്ങി പോകുമ്പോൾ ഒരൊറ്റ പ്ലെഡ്ജ് മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ ഇനി എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അത് കോഴിക്കോട് ജനതയ്ക്ക് മാഡത്തെ വലിയ ഇഷ്ടമാണ്. പക്ഷേ കല്ലായിപ്പുഴയും കനോലി കനാലും മാഡത്തിന്റെ ഇനിഷ്യേറ്റീവിൽ നന്നാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരും കോഴിക്കോടുണ്ട്. ഒരു മിഷനായി തന്നെ നമുക്ക് എടുക്കാം മാം. കാരണം അത് ആ നാടിൻ്റെ സംസ്കാരത്തെ മാറ്റുന്നതിനുള്ള തുടക്കമായിരിക്കും. മാം ഒരുപാട് കാര്യങ്ങൾ ഈ കോഴിക്കോടിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കല്ലായിപ്പുഴയെ മരിച്ച് ശ്മശാനത്തിലേക്ക് എടുത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവാതെ മാം ഇറങ്ങിപ്പോകുന്നത് കാണാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. മാത്രവുമല്ല കോഴിക്കോടിനെ സംബന്ധിച്ച് കല്ലായിയും കനോലിയും ഇങ്ങനെ മരണത്തിൻ്റെ കുരുക്കിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യവുമാണ്. എനിക്കൊന്ന് ഇതിൽ ഒരു പ്രത്യേക ശ്രദ്ധ മാഡത്തിൻ്റെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം കോർപ്പറേഷൻ്റെ മുഴുവൻ കൗൺസിലർമാരുടെയും ശ്രദ്ധയുണ്ടാവും. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാമെന്ന് തോന്നുന്നു മാം. ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെയാണ് കോർപ്പറേഷൻ്റെ കൗൺസിൽ. എത്ര പൈസ കൊടുത്താലും നമുക്ക് നമ്മുടെ കല്ലായിപ്പുഴ ശരിയാക്കണം എന്നാണ് കൗൺസിലിൻ്റെ ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം. അത് സന്തോഷമുണ്ട് എനിക്ക്. താങ്ക് യു ബീന ഫിലിപ്പ് മാം. ബീന ഫിലിപ്പ് മാമിൽ നമുക്ക് വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. റിപ്പോർട്ടർ ചാനലും ഇതിന് പിന്നിലുണ്ടാവും. നമുക്ക് ഈ ആരാണ് അതിനെ മലിനപ്പെടുത്തുന്നത് അവർക്ക് പിന്നാലെ ഞങ്ങളുടെ ക്യാമറയുണ്ടാവും. തീർച്ചയായും ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഉണ്ടാവും. കല്ലായിയും കനോലിയും മാത്രമല്ല, കേരളത്തിലെ പല തെളിനീരുറവകളും ഇന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല മരണാസന്നയായി കിടക്കുന്നു എന്നുള്ളതാണ്. കല്ലായിപ്പുഴ